ട്രംപിന് നേരെ വധശ്രമം. രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. യു.എസ്. മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വധശ്രമത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പെൻസിൽവേനിയ സംസ്ഥാന തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ ശനിയാഴ്ച വൈകിട്ട് 6:15 ആണ് അദ്ദേഹത്തിന് വെടിയേറ്റത്. ട്രംപിന്റെ വലത് ചെവിയുടെ മുകൾ ഭാഗത്ത് മുറിവേൽപ്പിച്ചുകൊണ്ട് വെടിയുണ്ട കടന്നുപോയി. അദ്ദേഹത്തിന് പിന്നിലായി വേദിയിൽ ഉണ്ടായിരുന്ന അനുയായികളിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചു. 2 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. സംഭവം നടന്നത് ഇങ്ങനെ. കുടിയേറ്റം വർദ്ധിക്കുന്നതിനെപ്പറ്റി ട്രംപ് വിശദീകരിക്കുകയായിരുന്നു. പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്താണ് കുടിയേറ്റം കുതിച്ചുയർന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. അതിർത്തി കടന്ന് ആളുകൾ എത്തുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നത് വ്യക്തമാക്കുന്ന ചാർട്ട് കാണിച്ച് ഇത് നോക്കൂ എന്താണ് സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോഴേക്കും വെടിയൊച്ചകൾ തുടങ്ങി. ഇതിനിടയിൽ ട്രംപിന് വലത് ചെവിയിൽ വെടിയേറ്റിരുന്നു. സുരക്ഷാ ഭടന്മാർ ഓടി എത്തുമ്പോഴേക്കും അനുയായികളിൽ ഒരാൾ മരിച്ചിരുന്നു. വേദിയിൽ നിന്നും 140 മീറ്റർ അകലെ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്നും ട്രംപിന് നേരെ 4 തവണ വെടി ഉതിർത്ത തോമസ് മാത്യു ക്രൂക്സിനെ സുരക്ഷാ സംഘങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വെടിവെച്ചു കൊന്നു. നവംബർ 5 നടക്കുന്ന യു.എസ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നതിന് തൊട്ടുമുൻപാണ് ലോകത്തെ ഞെട്ടിച്ച വധശ്രമം. വെടി ശബ്ദവും സീൽക്കര ശബ്ദത്തോടെ ചെവിയിൽ ഉരസിപ്പോയ വെടിയുണ്ടയുടെ സ്പർശവും തിരിച്ചറിഞ്ഞ ഉടൻ ട്രംപ് ചെവികൾ അടക്കി പിടിച്ചുകൊണ്ട് പ്രസംഗ പീഠത്തിന് താഴെ നിലത്ത് കുനിഞ്ഞിരുന്നു. ഉടൻ തന്നെ സുരക്ഷാഭടന്മാർ അദ്ദേഹത്തിന് മേൽ കമഴ്ന്നു കിടന്നു. 1 മിനിറ്റിനകം ചോര വാർന്നൊഴുകുന്ന മുഖവുമായി ട്രംപ് സുരക്ഷാ അകമ്പടിയോടെ വേദി വിടുന്നതിന്റെ മുഷ്ടി ചുരുട്ടി. ഫൈറ്റ് എന്ന് 3 തവണ വിളിച്ചു പറഞ്ഞു. കാറ്റിൽ പറക്കുന്ന അമേരിക്കൻ പതാകയുടെ പശ്ചാത്തലത്തിൽ ഉള്ള ട്രംപിന്റെ ധീരതയുടെയും പോരാട്ട വീര്യത്തിന്റെയും നേർചിത്രമായി അണികൾ പങ്കുവച്ചു. വാരാന്ത്യ അവധി പ്രമാണിച്ചു സ്വന്തം നാടായ ഡെലവെയറിലായിരുന്ന യു.എസ്. പ്രസിഡന്റ് ജോ ബൈഡൻ വധശ്രമ വാർത്ത അറിഞ്ഞ് ഉടൻ വാഷിംഗ്ടണിൽ വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയെത്തി. വെടിവെക്കാൻ തോമസ് ക്രൂക്സ് ഉപയോഗിച്ച AR-15 സെമി ഓട്ടോമാറ്റിക് റൈഫിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ നിയമാനുസൃതം വാങ്ങിയതാണ്. ട്രംപിന് നേരെ ഉണ്ടായ വധശ്രമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആശങ്ക അറിയിച്ചു.